ഹലോ ഗൈസ്, നമുക്കിന്ന് ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കി നോക്കിയാലോ. വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. അതിനായിട്ട് നമ്മളിവിടെ ഇല്ലില്ലാത്ത കുറച്ച് ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് നാരങ്ങാ നീരാണ് കേട്ടോ ഒഴിക്കുന്നത്. ദെൻ അതിൻ്റെ ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. വലിയ പൊടികളൊന്നുമില്ല, കുഞ്ഞു കുഞ്ഞു നമ്മുടെ വീട്ടിലുള്ള പൊടികൾ തന്നെയുള്ളൂ. നമ്മുടെ സാധാരണ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി, പിന്നെ നമ്മൾ എക്സ്ട്രാ ചേർക്കുന്ന ഒരു ഐറ്റം കസ്തൂരി മേത്തിയാണ് കേട്ടോ. ഇപ്പം ഞാനിട്ടത് മല്ലിപ്പൊടിയാണ്. പിന്നെ അതിൻ്റെ ശേഷം ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കസ്തൂരി മേത്തി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം. ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. മുട്ടയും കൂടെ ചേർക്കണം കേട്ടോ. സോറി, ഞാനത് വിട്ടുപോയേ. മുട്ടയും കൂടെ ചേർക്കണം. മുട്ടയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് നേരം അത് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് ആവശ്യം നമ്മുടെ സ്വന്തം ലേസാണ് കേട്ടോ. ഞാനിവിടെ ലേസ് പൊട്ടിച്ചപ്പോൾ തന്നെ എല്ലാവരും എൻ്റെ പിന്നാലെ കൂടി ഞാൻ തുടരുതെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിരിക്കുകയാണ്. ലേസ് ഞാൻ ഇതേപോലെ പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലേസ് ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു 2 മുട്ട ഇതേപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെക്കാം. ദെൻ അതിൻ്റെ ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാലയിൽ നിന്ന് ഒരു ചിക്കൻ്റെ പീസ് എടുക്കുന്നു. നമ്മൾ ലേസിലൊന്ന് നന്നായിട്ട് ഡിപ്പ് ചെയ്യുന്നു. ദെൻ അതിൻ്റെ ശേഷം ആ മുട്ടയിൽ നമ്മൾ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്യാം. ചൂടായിരിക്കുന്ന എണ്ണയിൽ ഇട്ടിട്ട് 2 സൈഡും ഒന്ന് ഫ്രൈ ആക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബ്രോസ്റ്റഡ് ചിക്കൻ റെഡി ആയിട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണ്. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. വെറൈറ്റി ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. സോ സ്നാക്സ് പോലെ നമുക്ക് കഴിച്ചാൽ ഒരു 2 പീസൊക്കെ കഴിച്ചാൽ തന്നെ അത്യാവശ്യം വയറ് ഫില്ലാവുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വെക്കേഷൻ ടൈമിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റമാണ്. സിമ്പിൾ ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മയോണൈസും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. സോ മയോണൈസിൻ്റെ കൂടെ ഇത് നല്ലൊരു കോമ്പിനേഷനാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ.